ഇല്ലാത്ത കാര്യമുണ്ടാക്കി നമ്മുടെ നാട്ടിലുള്ള അമ്മമാർ, അച്ഛന്മാർ, പെങ്ങന്മാർ, അല്ലെങ്കിൽ ഭാര്യമാർ, അല്ലെങ്കിൽ കുട്ടികൾ അവരൊക്കെ പാനിക്കാക്കാണ്ടിരിക്കുക. അങ്ങനെ ഒന്നും ഈ ഗൾഫിലില്ല. ഈ സമയത്ത് ആവശ്യമില്ലാത്ത ഗോസിപ്പ്, ആവശ്യമില്ലാത്ത AI സൃഷ്ടി, റൂമേഴ്സ് ഇവിടെ ഇങ്ങനെ ടെലികാസ്റ്റും ചെയ്യുന്നുണ്ട് കുറേ ആൾക്കാർ. എന്നോട് ഒരുപാട് ആളുകൾ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും പല മീഡിയ ദൃശ്യമാധ്യമ സുഹൃത്തുക്കളൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത്, GCC രാജ്യമെന്ന് പറയുന്നത് നമ്മൾക്ക് അന്നം തരുന്ന രാജ്യമാണ്. ഈ രാജ്യത്തിന് ഒന്നും സംഭവിക്കരുതേ എന്ന് എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവരും പ്രാർത്ഥിക്കണം. ഏകനായ സൃഷ്ടാവായ ദൈവം, ആ ദൈവത്തിലേക്കാണ് പ്രാർത്ഥന. പ്രാർത്ഥന നമ്മളുടെ കടമയാണ്. ഈ രാജ്യങ്ങൾക്ക് വേണ്ടി, ഈ രാജ്യത്തിലെ ഭരണാധികാരികൾക്ക് വേണ്ടി. പിന്നൊരു കാര്യം, ഈ രാജ്യത്തിന് എന്ത് സംഭവിച്ചാലും അതിനെ പ്രതിരോധിക്കേണ്ട കഴിവും പ്രാപ്തിയും തൻ്റെ ഇടവും ബുദ്ധിയും സമ്പത്തുമുള്ള GCCയിലെ ഭരണാധികാരികളാണ്, ഗവൺമെൻറ്റാണ്. അത് അതിൻ്റേതായ രീതിയിലും രൂപത്തിലും ഭാവത്തിലും അവരത് നിർവഹിക്കുന്നുണ്ട്. ഈ രാജ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ ഭരണാധികാരികളും രാജാക്കന്മാരും ഷേഖുമാരും പ്രസിഡൻറ്റുമാരും എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പോൾ നാട്ടിലുള്ളവർ തീർച്ചയായിട്ടും ഓരോ കുടുംബത്തിൽ നിന്നും ആരെങ്കിലും ഒരു ബന്ധു ഗൾഫിലില്ലാണ്ടിരിക്കില്ല. അവരൊക്കെ വളരെയധികം വറീഡാണ്. ഈ സമയത്ത് ആവശ്യമില്ലാത്ത ഗോസിപ്പ്, ആവശ്യമില്ലാത്ത AI സൃഷ്ടി, റൂമേഴ്സ് ഇവിടെ ഇങ്ങനെ ടെലികാസ്റ്റും ചെയ്യുന്നുണ്ട് കുറേ ആൾക്കാർ. പ്രത്യേകിച്ച് മലയാളം മീഡിയ വളരെ അഗ്രസീവാണെന്നിപ്പോൾ ഇന്ന് കാലത്ത് ഞങ്ങൾ ഒരു മീറ്റിങ്ങിൽ വെച്ചൊരു ഉയർന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ പറയുന്നു, വൈ ഓൺലി മലയാളം മീഡിയ ഈസ് അഗ്രസീവ്. ഞാൻ പറഞ്ഞു, യുവർ എക്സലൻസി, ഫ്രം ഈച്ച് ഹൗസ് there will be 1 or 2 people working in Gulf. That's why they want to know what happening. അപ്പോൾ സത്യസന്ധമായ ഒരു റിപ്പോർട്ട് ചെയ്യുക. ഇവിടുത്തെ ഗവൺമെൻറ്, ഈ GCCയിലെ ഗവൺമെൻറ് വളരെ ശക്തമായി അത് നിരീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഇത് കുറച്ച് നാൾ നീണ്ടുപോയാൽ ഭക്ഷണം സാധനം എന്തായിരിക്കും, അതിനെപ്പറ്റിയൊന്നും ആരും വറി ചെയ്യണ്ട. അതിനൊക്കെ ഇവിടുത്തെ ഭരണാധികാരികൾ അതിൻ്റേതായ എല്ലാ പ്രിക്കോഷനും എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ കമ്പനി ലൂലു